പേരും കണ്ട ഉടനെ തുടങ്ങും. ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡും നമുക്ക് മനസ്സിലാവാത്ത കുറെ കാര്യങ്ങളും. രണ്ടാളുടെ ഉള്ളിൽ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ടേ. അതിന്റെ കാരണം ആന്റി തന്നെയാ. ഒന്ന് പൊടി, എവിടെ എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഇരിക്കും മൈഥിലി. ഈ മൈൻഡ് സൈക്കോളജി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരാളോട് നമുക്ക് ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ ഏതു വിഷയത്തിലാണോ ഇറിറ്റേഷൻ ഉള്ളത് ആ മാർഗത്തിൽ പ്രകടിപ്പിക്കില്ല. വേറെ എന്തെങ്കിലും വളഞ്ഞ വഴികൾ കണ്ടുപിടിക്കും. മൈഥിലിൻ തുടങ്ങിയോ? അതെ, ഞങ്ങളോട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങളായിട്ട് അടുത്ത വിഷയം തുടങ്ങണ്ട. ഒരു പാവം കൺസ്ട്രക്ഷൻ കമ്പനി മാനേജറുടെയും ഒരു പാവം ഭാര്യയുടെയും വെഡിങ് ആനിവേഴ്സറിയാ. നല്ലൊരു ആശംസ പറഞ്ഞിട്ട് നിങ്ങളങ്ങ് കഴിക്കാൻ നോക്ക്. അങ്കിളെ, ഹാപ്പി ആനിവേഴ്സറി. നിങ്ങൾ ഇനി കുറെ കാലം അങ്ങനെ എങ്ങനെയാ അമ്മേ പറയാ? കുറെ കാലം ആയുസ്സും ആരോഗ്യമായിട്ട് ജീവിക്കട്ടെ. യെസ്. എന്നാ പിന്നെ കഴിക്കാം. കഴിക്കാം. നിന്നെ യാമി തല്ലിയ കാര്യം ആ ഗ്രേസും രേഷ്മയൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അവളെ നീ എന്താടാ ഒന്നും ചെയ്യാത്തത്? സത്യം പറടാ, നീ പേടിച്ചിട്ടല്ലേ? പേടിച്ചിട്ടൊന്നുമല്ല. പിന്നെ ബഹുമാനിച്ചിട്ടോ? നമ്മുടെ ഗ്രൂപ്പിന് എന്നെ സ്കൂളിൽ നാണക്കേടായിരിക്കുക. ഇനി ഒരാളും വകവയ്ക്കില്ല. എന്നെ തല്ലിയിട്ട് അവൾ അങ്ങനെ മിടിക്കാവില്ല. ഇതിന് ഞാൻ പകരം വീട്ടും. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ. നേരം വെളുക്കുന്നതിന് മുമ്പോ? ഈ രാത്രി നീ എന്ത് ചെയ്യാൻ പോവാ? അതൊക്കെ ഉണ്ട്. ഒന്നുകിൽ അവൾ, അല്ലെങ്കിൽ അവൾക്ക് വേദന ഉണ്ടാക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും പറ്റണം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കിനി തലേന്ന് നേരത്തെ സ്കൂളിൽ പോകാൻ വയ്യ. ഞാനൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ഐ വിൽ ഡു ഇറ്റ്. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ? സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ? ഇവിടെ എൻ്റെ സ്നേഹഗായകൻ. ഓ രാജഹംസമേ. ഉമ്മ സൂപ്പർ അമ്മേ, പൊളിച്ച്. എന്ത് രസായിട്ടാ മൈഥിലി പാടുന്നേ. പാട്ട് പാടുന്നതൊക്കെ ഒരനുഗ്രഹം. പക്ഷെ ചെന്ന് പെട്ടത് ഒരു മൊരടന്റെ കൂടെ ആയിപ്പോയി. പണ്ട് കോളേജിൽ ആർട്സ് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഞങ്ങളൊക്കെ ഹാപ്പി ആയിരിക്കും. സാരംഗന്ന് ക്യാമ്പസിലേ വരില്ല. എന്തിനാ സമയം കളയുന്ന എന്നാ ചോദിക്കുന്നത്. അല്ലെങ്കിലും പൊതുവെ കാശിനോട് ആർത്തിയുള്ളവര് കലയോട് പുറംതിരിഞ്ഞ് നിൽക്കും. അങ്ങനെ അങ്ങള് പറയണ്ട. എന്നെ ഏതോനെയും ഗിറ്റാർ ക്ലാസ്സിന് വിടുന്നത് അച്ഛനല്ലേ? അതിന് അച്ഛന് നല്ല അഭിമാനമുണ്ട്. അച്ഛനിടയ്ക്ക് പാടും. ആ, അത് ഈ ലോകത്ത് മോ മാത്രമേ പറയൂ. റിയലി അങ്കിൾ, ഞാനിടയ്ക്ക് അച്ഛന്റെ പാട്ട് ബാത്റൂമിൽ നിന്ന് കേൾക്കാറുണ്ട്. അത് ചിലപ്പോ സോപ്പോ ടവലോ കാണാത്തതിന് ദേഷ്യത്തില് മുറുമുറുക്കുന്നതായിരിക്കും. പുറത്ത് നിൽക്കുമ്പോ അത് പാട്ടായിട്ട് തോന്നും. എന്നാലും അംഗീകരിച്ചു കൊടുക്കില്ല അല്ലേ? അംഗീകരിക്കാം. യേശുദാസിനെ പോലെ ആവേണ്ട ഒരാള്
വഴിതെറ്റി കൺസ്ട്രക്ഷൻ കമ്പനി നടത്തി എന്നൊരു ലേഖനവും വേണമെങ്കിൽ എഴുതാം. മതി മതി പരസ്പരം കുത്തിയത്. ഹലോ, ഡോക്ടർ സക്കറി ഹോസ്പിറ്റലില്ലേ? ഓക്കെ ഓക്കെ, ഞാൻ പെട്ടെന്ന് വരാം. ഒരു എമർജൻസി ഉണ്ട്, എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോണം. എന്താ അമ്മേ? അമ്മയുടെ ഡ്യൂട്ടി അല്ലേ മോളെ. അനാമിക, ഒന്നും തോന്നരുത്, എനിക്കൊന്ന് പോയേ പറ്റൂ. എന്നാ പിന്നെ ഇറങ്ങ, ഞാൻ തന്നെ കൊണ്ടുവിടാം. ഹോസ്പിറ്റലിൽ നിന്ന് വണ്ടി വിട്ടിട്ടുണ്ട്, നിങ്ങൾ പതുക്കെ ഇറങ്ങിയാൽ മതി. ആ സാരംഗ്, അച്ഛൻ്റെ കാര്യം ഒന്ന് നോക്കിയേക്കണേ. ഞാൻ ഒരു കുറവും വരത്തില്ല, താൻ ധൈര്യമായിട്ട് പോയിട്ട് വാ. വണ്ടി എടുക്കടാ. അവര് വന്നോന്ന് തോന്നുന്നു. ആ അമ്മയുടെ മക്കളെ? അമ്മ മുങ്ങി. ഹോസ്പിറ്റലിൽ നിന്ന് ഒരു എമർജൻസി കോള് വന്ന് അങ്ങോട്ട് പോയി. ഓ, അയാളുടെ കാര്യം സ്ഥിരം അങ്ങനെയാ. എമർജൻസി മെഡിസിന്റെ HOD ആയതുകൊണ്ട് ഏത് പാതിരാത്രിയിലാ കോള് വരിക, എപ്പോഴാ പോണ്ടെന്നൊന്നും അറിയില്ല. ഞാൻ കൊണ്ടുപോയി വിടാൻ നിന്നതാ, അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്ന് വണ്ടി അയച്ചു. ഞങ്ങളമ്മേ ഹാലിസ് കോമറ്റ് എന്നാ വിളിക്കുന്നേ. അതെന്താ? വാൽ നക്ഷത്രം കണ്ടോണ്ട് അങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് കാണാതെ വന്നു. എന്താ പിന്നെ മണ്ടിക്കരുതാണോ? അച്ഛനും ഉറങ്ങായിരുന്നില്ലേ? ഉറക്കമൊക്കെ ഒരുപാട് വൈകിയാടോ. എന്തായാലും നിങ്ങൾ വന്നിട്ടാകാമെന്ന് കരുതി. അപ്പം ഭക്ഷണം കഴിച്ചോ? ഓ, കഴിച്ചല്ലോ. അപ്പൂപ്പന് ഉറക്കം വരുന്നില്ലെങ്കിൽ എനിക്ക് അപ്പൂപ്പനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഓ, അതെന്താടാ? ഇപ്പം വളരെ സീരിയസ് ആണല്ലോ. അതെ, ഇവനൊരു അസൈൻമെന്റ് എഴുതാനാ, വില്ലേജിനെ കുറിച്ചിട്ട്. അപ്പൂപ്പൻ വന്നപ്പോ അവൻ പറയാ ഡീറ്റെയിൽസ് ഒക്കെ അപ്പൂപ്പനോട് ചോദിക്കാന്ന്. അപ്പൂപ്പ ഫീസ് മേടിച്ചാണേ. ഈ ഫീസ് മേടിക്കലും എന്നോട് ചോദിക്കലും ഒന്നും വേണ്ട. അച്ഛനും അമ്മയും മക്കളും കൂടി കുറച്ചു ദിവസം അവിടെ വന്ന് നിന്നാ മതി. ഗ്രാമം എന്താണെന്നും അവിടുത്തെ ആളുകൾ എന്താണെന്നും അവിടുത്തെ സുഖം എന്താണെന്നും കൃത്യമായിട്ട് പഠിക്കാം. ഞങ്ങൾ പറഞ്ഞാലും അച്ഛനും അമ്മയും സമ്മതിക്കണ്ടേ? അച്ഛൻ ഒഴിവുണ്ടാവുമ്പോ അമ്മയ്ക്ക് ഒഴിവുണ്ടാവില്ല. അമ്മ റെഡിയാകുമ്പോ അച്ഛൻ വേറെ എവിടെയെങ്കിലും പോകും. ഞങ്ങൾ നോക്കുന്നുണ്ട് അച്ഛാ. വരുവാണെങ്കിൽ ഒരു ദിവസം അങ്ങോട്ടും ഒരു ദിവസം ഇങ്ങോട്ടും ആ രീതിയിൽ വരില്ല. കുറച്ചു ദിവസം നിൽക്കാൻ പറ്റുന്നത് എപ്പോഴാണോ അപ്പൊ വരും. നോക്ക്, ഞാൻ നിർബന്ധിക്കുന്നില്ല. ആ മക്കളെ, ഇനിയിപ്പോ വില്ലേജിനെ കുറിച്ച് അറിയാതിരിക്കണ്ട. അച്ഛാ, ഞാൻ ഈ വേഷം ഒന്ന് മാറ്റിട്ട് വരാം. ഓ, ആയിക്കോട്ടെ. അപ്പൊ എന്താ അറിയേണ്ടത്? ഗ്രാമത്തെ കുറിച്ച് അറിയണം. പറ വേഗം പറ. ആ പറയാടാ, ഞാനൊന്ന് ശ്വാസം വിട്ടോട്ടെ.
ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? ഉം. എന്റെ കൂടെയുള്ള ഈ ജീവിതം ശരിക്കും ഇഷ്ടമാണോ? എന്താ മറുപടി പറയാത്തെ? ഇതിനുള്ള മറുപടി ഞാൻ കഴിഞ്ഞ വിവാഹ വാർഷികത്തിനും പറഞ്ഞു, അതിനു മുൻപുള്ള വിവാഹ വാർഷികത്തിനും പറഞ്ഞു. ഈ വട്ട് മതിയാക്കാറായില്ലേ? എനിക്ക് തന്നെ നാണം തോന്നുക ഈ വേഷം കെട്ടാൻ. ഇതെവിടുന്ന ഇങ്ങനൊരു ഐഡിയ പൊട്ടിമുളച്ചത്? ദരിദ്രനായ ഒരുത്തന്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളാണോ ഇതൊക്കെ? ഇതിന് പ്രത്യേകിച്ച് ചെലവൊന്നുമില്ലല്ലോ. സത്യം പറയാലോ, എനിക്കിപ്പോഴും തന്നെ ഈ വിവാഹ വേഷത്തിൽ കണ്ടോണ്ടിരിക്കാനാ ഇഷ്ടം. എന്നാ പിന്നെ എന്ന് ഞാനിങ്ങനെ നടക്കാം? എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടോ. അതെ, ആദ്യ രാത്രിയുടെ അത്ര അകലമൊന്നും വേണ്ട, അത്ര നാണവും വേണ്ട. ഇങ്ങോട്ട് നീങ്ങിയിരുന്നേ. വിവാഹ വാർഷികത്തിനും പിറന്നാളിനുമൊക്കെ ഭാര്യയെ ഞെട്ടിക്കുന്ന സമ്മാനം കൊടുക്കുന്നവരാ ഇപ്പൊ കൂടുതലും. ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. പരാതിയുണ്ടോ? എനിക്കൊരു പരാതിയുമില്ല. ഞാൻ ഹാപ്പിയാ. എന്റെ ചുറ്റും ഒരുപാട് വലിയ വലിയ കാര്യങ്ങളുണ്ട്. അതൊന്നും എന്നെ കൊതിപ്പിക്കാറില്ല. രഞ്ജിത്തിന്റെ പേഴ്സന്റെ കനം എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ഒരാഗ്രഹവും അതിനേക്കാൾ കനത്തിലുള്ളതാവില്ല. താങ്ക് യു ഡിയർ. ഇതിനേക്കാൾ നന്നായി എന്റെ ഇല്ലായ്മകളെ കവർ ചെയ്യാൻ ഒരാൾക്ക് പറ്റില്ല. നീ ആടി മോളെ എന്റെ പെണ്ണ്. റിയലി ഐ ലവ് യു. താൻ പറഞ്ഞു ഒഴിയാനൊന്നും നോക്കണ്ട. മൂന്നാറിലെ എസ്റ്റേറ്റ് കൈമാറ്റത്തിലെ കമ്മീഷനായിട്ട് തനിക്ക് കോടികൾ വന്ന് ചാടിയിട്ടുണ്ടെന്നാ എനിക്ക് കിട്ടിയ വിവരം. അതെ, പിന്നെ ഞാനൊരു 3-4 ദിവസം വേണമെങ്കിൽ ലീവ് എടുക്കാം. പിന്നെ ട്രിപ്പിന്റെ പൂർണ്ണ ചെലവ് താനായിരിക്കണം, കേട്ടല്ലോ? അപ്പൊ ശരി, എന്നാ ഞാൻ വിളിക്കാം. ഓക്കെ സർ, ഫയൽ. ഇതെന്റെ ക്യാബിനിലോട്ട് വെച്ചാൽ സർ. എന്താണ് അരുൺ ഡോക്ടറെ വിശേഷം? മൈഥിലി മാഡത്തിന് മുമ്പിൽ ഇപ്പൊ ചെന്ന് ചാടിക്കൊടുക്കണ്ട. എന്തു പറ്റി? ഹോസ്പിറ്റലിൽ നിന്ന് സാറിനെ വിളിച്ചിട്ട് കിട്ടാനിട്ടേ മാമിന് രാത്രി തന്നെ ഇങ്ങോട്ട് വരേണ്ടി വന്നു. മാം ഒരു പാർട്ടിയിലായിരുന്നു, അത് കട്ട് ചെയ്തിട്ടാ വന്നത്. ഫോൺ കിട്ടാത്തത് എന്റെ കുഴപ്പമല്ലല്ലോ, നെറ്റ്വർക്ക് ഇഷ്യൂ അല്ലേ? സക്കറിയ, കം ടു മൈ ക്യാബിൻ. അരുണും. ഇരിക്കെ. മിസ്റ്റർ സഖറിയ, നമ്മുടെ ഈ ഹോസ്പിറ്റൽ നടത്തുന്ന മാനേജ്മെന്റ് ലാഭം മാത്രം നോക്കുന്നവരല്ല. സോ ഇവിടെ വരുന്ന പേഷ്യൻസ് കൃത്യമായ പരിചരണം പ്രതീക്ഷിക്കുന്നുണ്ട്. ക്രിട്ടിക്കൽ ഐസിയുന്റെ അടക്കം ചുമതലയുള്ള നിങ്ങൾ പെട്ടെന്ന് വീട്ടിലേക്ക് പോവുക, അത് കഴിഞ്ഞ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. എക്സ്ക്യൂസ് മീ, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതല്ല. ഇത് ഒരു വട്ടമല്ല, പല തവണയായി. മറ്റാർക്കും ഇല്ലാത്തൊരു നെറ്റ്വർക്ക് ഇഷ്യൂ സക്കറിക്ക് മാത്രം എങ്ങനെ ഉണ്ടാവുന്നേ? മറ്റുള്ളവരുടെ കോമൺ സെൻസിനെ പരീക്ഷിക്കുകയാണോ? നമ്മളെ ആശ്രയിച്ച് ഇവിടെ കിടക്കുന്നവരോട് ഇതാണ് നിലപാടെങ്കിൽ വൈ ഡിഡ് യു ബിക്കം എ ഡോക്ടർ? നിങ്ങളുടെ മറ്റു പല ഇൻട്രസ്റ്റുകൾ പോലെ വേറെ ഏതെങ്കിലും മേഖല തിരഞ്ഞെടുക്കായിരുന്നില്ലേ? മുൻപിൽ വരുന്ന രോഗികൾക്ക്
പേഴ്സിൽ നിന്ന് കാശ് എടുത്തു കൊടുത്ത് ചുളിവിലാളാവുന്ന പരിപാടിയൊന്നും എനിക്കില്ല. ഷട്ട് യു. എന്റെ മുന്നിൽ വരുന്ന പാവപ്പെട്ട രോഗികൾക്ക് ഞാൻ മരുന്നിനുള്ള പണം കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി എനിക്ക് ആളാവേണ്ട കാര്യമൊന്നുമില്ല മിസ്റ്റർ. നിങ്ങളൊരു പക്ഷെ അത്തരക്കാരെ നിങ്ങളുടെ ക്യാബിനിലോ ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ ഇരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ എന്റെ അച്ഛനെ ആ സ്ഥാനത്ത് കണ്ടിട്ടുണ്ട്. ചികിത്സയ്ക്ക് പണമില്ലാതെ വിഷമിക്കുന്ന എന്റെ അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട്. മിസ്റ്റർ സക്കറിയ, ഇനിയൊരു തവണ നിങ്ങൾക്കൊരു എക്സ്ക്യൂസ് തരാൻ എനിക്ക് പറ്റില്ല. എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും, നടപടിയെടുക്കേണ്ടി വരും. ഡു യു അണ്ടർസ്റ്റാൻഡ്? നൗ യു ക്യാൻ ഗോ. അയക്കത് വേണമായിരുന്നു. അയാളല്ല, ആര് തെറ്റ് ചെയ്താലും എന്റെ നിലപാട് ഇത് തന്നെയായിരിക്കും. ആ, ചെറിയൊരു മഞ്ഞുണ്ട്. അച്ഛന് കുഴപ്പമുണ്ടോ? ഇല്ലടോ മോനെ, ബന്ധു വീട് നല്ല അടിത്തറ ഉള്ളതായിരിക്കാൻ കരുത്തരായ കുറച്ച് ബന്ധുക്കൾ ഉണ്ടാവുക എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹം കാണും. മൈഥിലിക്ക് ആകെ ഉള്ളത് ഞാനാണെങ്കിൽ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നവനും. പരാതി എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ അതെനിക്ക്? അച്ഛനോടോ? ഒരിക്കലുമില്ല. മൈഥിലി അച്ഛന് ജീവനാണെന്ന് എനിക്കറിയാം. അവളെ അച്ഛൻ എനിക്ക് തന്നത് എനിക്ക് കിട്ടിയ അനുഗ്രഹ. അതിന് മുകളിലുള്ള ഒരനുഗ്രഹവും ഒരു ദൈവത്തിനും എനിക്ക് തരാൻ പറ്റില്ല അച്ഛൻ. അമ്പലങ്ങളിൽ നിന്ന് അമ്പലങ്ങളിലേക്കുള്ള യാത്രയിൽ ഞാനിടയ്ക്ക് സ്വയം ചോദിക്കും, എന്താടോ താൻ ഇങ്ങനെയെന്ന്. അപ്പോ മോന്റെ മുഖം ഓർമ്മ വരും. എന്റെ മോളെയും അവളുടെ മക്കളെയും സ്വർഗത്തിലെന്ന പോലെ കൊണ്ടു നടക്കുന്ന തന്റെ മുഖം. അച്ഛന്റെ ധൈര്യം അതാ. നളിനി മരിച്ചപ്പോ മുതൽ ഞാൻ അലയുകയായിരുന്നു. എല്ലാ അമ്പലങ്ങളിലും പോകും, പ്രാർത്ഥിക്കും, എന്നെ കൊണ്ടാവുന്ന വഴിപാടുകൾ ചെയ്യും. ഒരു വശത്ത് സാമ്പത്തിക ബാധ്യത, മറുവശത്ത് അവളുടെ തീരാവ്യാധി. ജീവിച്ചിരുന്നപ്പോ സങ്കടങ്ങളിൽ നിന്നൊരു മോചനം ഉണ്ടായിട്ടില്ല. ഇപ്പൊ പക്ഷേ അവിടെ ഇരുന്ന് നോക്കുമ്പോ എന്റെ പ്രാർത്ഥനയും വഴിപാടുകളൊന്നും അല്ല അവൾ കാണുന്നത്. അവളുടെ മകളെ പൊന്നുപോലെ നോക്കുന്ന നിന്നെ. പോയ സ്ഥലത്ത് അവൾക്ക് സമാധാനം കിട്ടാൻ ഇതിനേക്കാൾ വലിയൊരു കാഴ്ച സത്യത്തിലില്ല. നന്ദിയുണ്ടോ അച്ഛനെ. ഇതിൽ കൂടുതൽ സന്തോഷം ആർക്കും തരാൻ പറ്റില്ല. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? നമ്മൾ തമ്മിൽ കടപ്പാടോ കണക്കോ ഒന്നും പറയണ്ട. ഇത് അച്ഛന്റെ വീടാ, അച്ഛന്റെ കുടുംബ. ആ, മൈഥിലിയാ. ഹലോ. അച്ഛൻ ഉറങ്ങിയോ സാരംഗ്? ഇല്ല, ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് പുറത്ത് നിൽക്കുക. അപ്പൊ സംസാരം എന്നെ കുറിച്ച് തന്നെ അല്ലേ? അത് പിന്നെ തന്നെ കുറിച്ചല്ലാതെ വേറെ എന്ത് സംസാരിക്കാനാ? താൻ വരാറായോ? ഞാൻ കുറച്ച് കഴിഞ്ഞേ ഇറങ്ങും. സാരംഗ് വേണമെങ്കിൽ ഉറങ്ങിക്കോ. വേണ്ടടൂ, താൻ വന്നിട്ട് മതി. അല്ലെങ്കിൽ അച്ഛൻ തനിച്ചാവില്ലേ? വന്നിട്ട് അച്ഛനും മോൾക്കും ഒരുപാട് സംസാരിക്കാനുള്ളതല്ലേ? അതെ അതെ, ഞാൻ വേഗം വന്നോളാന്ന് അച്ഛനോട് പറയും കേട്ടോ. ശരി. ആ ശരി. അയാൾ കുറച്ച് കഴിയുമ്പോൾ വരും. ആ വരട്ടെ. അതുവരെ നമുക്ക് കുറച്ചൊന്ന് നടക്കാം. ആ ആയിക്കോട്ടെ, വാ.
നീ ഉറങ്ങിയില്ലായിരുന്നോ? മേഡം വരട്ടേന്ന് കരുതി. എവിടെ അച്ഛനും സാരംഗും? അവരവിടെ ഉണ്ട്. അതായത് ആ. അതെ അതെ. അല്ല സാരംഗേ, നമ്മൾ ഈ പ്രകൃതിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതെ അതെ. ആ. നീണ്ട ചർച്ചയായിരുന്നു ആ തോന്നുന്നു. അച്ഛൻ സംസാരിച്ചു തുടങ്ങിയ കേട്ട് നിൽക്കാനൊരു സുഖമല്ലേ. ആ അവിടെ എന്തായിരുന്നു എമർജൻസി? ഒന്നും പറയണ്ട. ആ സക്കറി ഉണ്ടാക്കുന്ന ഓരോ പ്രോബ്ലംസ്.